CEO ആയിരുന്നിട്ട് എന്ത് തോന്നുന്നു? എന്തു തോന്നാൻ, പഴയ പോലെ കളക്ഷൻ ഒന്നും അത്ര പോരെന്നേ. എടാ പിന്നെ ഇവിടുത്തെ മൊത്തം ലേഡി സ്റ്റാഫ്സിൻ്റെയും ഡീറ്റെയിൽസ് എനിക്കൊന്ന് വേണം. ദേ, നീ ഇവിടുത്തെ CEO ആണെന്നൊന്നും ഞാൻ നോക്കില്ല, ഒന്ന് വെച്ച് തരും ഞാൻ. താമസിയാതെ ഈ ഓഫീസിലെയും കളക്ഷൻ എടുപ്പ് അങ്ങ് നിർത്തേണ്ടി വരും. നിന്റെ അവസാനത്തെ പെണ്ണുകാണല്ലോ മറ്റന്നാൾ. പെണ്ണുകാണല്ലോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് പറയാനാ ഞാൻ വന്നേ. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അമ്മ ഈ കല്യാണം നടത്തും. പെണ്ണ് കിട്ടാനൊന്നും എനിക്ക് വയ്യടാ. നിന്റെ അച്ഛൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 2 മാസത്തെ സമയം. നീ കമ്പനി മാത്രമേ ഏറ്റെടുത്തിട്ടുള്ളൂ. കല്യാണം കഴിച്ചില്ലെങ്കിലും അക്കൗണ്ട് ഫ്രീസ് ആവും, അത് മറക്കണ്ട. നിങ്ങൾ വന്നോ? വാ, കയറിയിരിക്കെ. ഞാൻ മോളെ വിളിക്കാം. എടാ നീ പെണ്ണിനെ നോക്ക്. ചായ കുടിക്കും മോനെ. ഇനി മക്കൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ അല്ലേ? അതെ അതെ മോളെ, നീ മോനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോയിക്കോ. തൻ്റെ പേരെന്താ? ഗാഥ. ചേട്ടൻ്റെ പേരെന്താ? ജിമിൻ. പിന്നെ തനിക്കെന്നെ ഇഷ്ടമായോ? ചേട്ടന് വീട്ടുകാർക്ക് ഇഷ്ടമായാൽ അമ്മ ഈ കല്യാണം നടത്തും. നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും മരങ്ങോടനെ കൊണ്ട് എന്നെ കെട്ടിക്കും. അപ്പോൾ ഞാനൊരു മരങ്ങോടനാണെന്നാണോ? ഏയ്, അങ്ങനെയല്ല. അതൊക്കെ പോട്ടെ, ചേട്ടനെന്നെ ഇഷ്ടമായോ? തൻ്റെ അതേ അവസ്ഥ തന്നെ എനിക്കും. അമ്മ എന്തായാലും ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണം നടക്കുമല്ലേ? നടക്കും. 25 വയസ്സിനുള്ളിൽ എൻ്റെ കല്യാണം നടന്നില്ല പിന്നെ നടക്കില്ല എന്ന് ഏതോ ജോത്സ്യം പറഞ്ഞു എന്ന്. അന്ന് തൊട്ട് അമ്മ എൻ്റെ കല്യാണം നടത്താനായിട്ട് ഇങ്ങനെ നടക്കുക. അങ്ങനെയാണോ ചേട്ടന്? എൻ്റെ കാര്യം മറിച്ചൊന്നുമല്ല. 22 വയസ്സിനുള്ളിൽ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന് ആരോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാവം എൻ്റെ അമ്മ അതും വിശ്വസിച്ച് അന്ന് തൊട്ട് നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുക. എന്തൊക്കെയായാലും നമ്മുടെ കല്യാണം നടക്കാൻ ഉറപ്പല്ലേ? കല്യാണത്തിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ പഠിക്കുക. കല്യാണം കഴിഞ്ഞാലും എനിക്ക് എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. പഠിക്കുന്നതൊക്കെ തൻ്റെ ഇഷ്ടമല്ലേ, അതിലൊന്നും ഞാൻ ഇടപെടില്ല. കുറേ ആയില്ലേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. താഴേക്ക് പോവാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. കല്യാണം നമുക്ക് ഉടനെ നടത്താം. എടാ, നിനക്ക് പെണ്ണിനെ ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കല്യാണം നടക്കുമല്ലോ. എന്തു തന്നെയായാലും നിനക്ക് നന്നായിട്ട് ചേരും. അവള് BDS 4th ഇയറിനാ പഠിക്കുന്നതെന്ന് അമ്മ പറയുന്നത് കേട്ടു. വല്ല പെൺപിള്ളേരും അടിച്ചിളക്കുന്ന നിന്റെ പല്ല് ശരിയാക്കാൻ വീട്ടിൽ തന്നെ ഒരാളുള്ളത് നല്ലതല്ലേ? താൻ എവിടെയാ കിടക്കുന്നേ? ജിമിനേട്ടനെ വിരോധയില്ലേ, ഞാൻ ഈ ബെഡിന്റെ ഒരു സൈഡിൽ കിടന്നോളാം. എന്നാ ശരി, താൻ ഉറങ്ങിക്കോ. ജിമിനേട്ടൻ ഉറങ്ങുന്നില്ലേ? എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ അത് കഴിഞ്ഞ് കിടന്നോളാം. മോനെ, നീ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് മോളെ കോളേജിലോട്ട് ഡ്രോപ്പ് ചെയ്യോ? ശരിയമ്മ, ഞാൻ കൊണ്ടുവിട്ടോളാം അവളെ. വൈകിട്ട് താൻ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ശരി. മോനെ, കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയൊരു കുഞ്ഞുകൂടി ആയാല് അമ്മയ്ക്ക് സമാധാനാവും. കുഞ്ഞോ? ഇപ്പോഴേയോ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയല്ലോ. അത് മാത്രമല്ല, അവളിപ്പോ ഹൗസ് സർജൻസി ചെയ്യുമല്ലേ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എത്രയും പെട്ടെന്നൊരു പേരക്കുട്ടിയെ വേണം. അമ്മ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് കൊണ്ടുതരും കൊച്ചിനെ? തന്തേ, നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇതിന്റെ കഷ്ടപ്പാട് എന്താന്ന്. നിങ്ങളും കുറെ കഷ്ടപ്പെട്ടതല്ലേ. ഞാനെന്റെ അച്ഛനാടാ, ഒരു അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ? ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് അച്ഛന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മയോട് ആദ്യം മിണ്ടാതിരിക്കാൻ പറ. ജിമിനേട്ടാ, ചായ. ഇന്ന് കോളേജിൽ പോണ്ടേ? പോണം. എന്നാ താൻ താഴോട്ടില്ല, ഞാൻ റെഡി ആയിട്ട് വരാം. ജിമിനേട്ടാ, അത് പിന്നെ തനിക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ മന്ത് 26ന് ജിമിനേട്ടന് എന്തെങ്കിലും തിരക്കുണ്ടോ? തിരക്കെന്താ, എന്നത്തെ പോലെ ഓഫീസിൽ പോണം. എന്നാ അന്നൊരു ലീവ് എടുക്കോ? ലീവോ? അതെന്തിനാ? തനിക്ക് എവിടെയെങ്കിലും പോവാനുണ്ടോ? ഏയ്, അതിനല്ല. 26ന് എൻ്റെ ഗ്രാജുവേഷൻ സെറമണിയാ. ജിമിനേട്ടൻ വരണം. അതിത്ര പെട്ടെന്നായോ? പെട്ടെന്നോ? 5 വർഷമായിട്ട് ഞാൻ പഠിക്കുമല്ലേ. ഓ, അത് ശരിയാണല്ലോ. നമ്മുടെ മാരേജ് കഴിഞ്ഞത് വെച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഞാൻ 26ന് വരാം.